ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ ഒരു മൈസൂർ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ നിലമ്പൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് ആണ് ഈ കാണുന്നത്. ഉണ്ടോ, നമ്മളിതാ ഇതുവഴിയൊക്കെയാണ് ഗൈസ് പോകുന്നത്. നിങ്ങൾ നല്ല റോഡാണ് ഇവിടെ. പിന്നെ നമ്മളെ ട്രിപ്പിൽ വരുന്നത് ഫാൻസ് ആൻഡേട്ടൻ എല്ലാവരും ഒരു വണ്ടിയിലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡാണ് കേട്ടോ ഗൈസ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല. നല്ല റോഡാണിത്, നല്ല വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണിത്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് സൈഡിൽ ആനിമൽസിനെ ഒക്കെ കാണാൻ പറ്റും. കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് മാനിനെയാണ് എല്ലാം പോകുമ്പോൾ. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആന, കാട്ടുപോത്ത്, സിംഹം, ടൈഗറിനെ വരെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതാ നമ്മൾ ഇങ്ങനെ മുതുമലൈ ടൈഗർ റിസർവ് കൂടി പോണൊരു വീഡിയോ നമ്മൾ ഷോർട്ട്സായി ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ബന്ദിപ്പൂർ അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റിലെത്തി. ഇത് കുറേ മാങ്കൂട്ടങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് പോണ വഴിക്ക്. നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്ത് പിന്നെ ഇത് കാട്ടുപോത്ത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവരൊക്കെ കാണാം. എന്താ പറയുക, വേണമെങ്കിൽ നമുക്ക് ടൈഗറിനെ കാണാം. പിന്നെ ഇതൊരു ആനയാണ്. പിന്നെ അവിടെ നൈറ്റ് റൈഡാണ്. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, എന്നാലും നല്ല രസമായിരുന്നു ഗൈസ് രാത്രിയും നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോവാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് രാവിലെ ഉള്ളൊരു കാഴ്ചയാണ് ഗൈസ്. എന്നിട്ട് ആദ്യം നമ്മൾ മൈസൂരിലെത്തി പോയത് പയാന കാർ മ്യൂസിയത്തിലോട്ടാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളുടെ മാമനുണ്ട്, ഞങ്ങളുടെ 2 ബ്രദേഴ്സ് ഉണ്ട്, അതുപോലെ എൻ്റെ വലിയേട്ടനും വലിയമ്മയും ഒക്കെ ഉണ്ട് ഗൈസ്. ഈ കാണുന്ന മഞ്ഞ ടീഷർട്ട് ഇട്ട നമ്മുടെ ഫാമിലിയല്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫുൾ ഫാമിലി. അപ്പോൾ ഇത് നമ്മുടെ 2 ഫോട്ടോസാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വീലില്ലേ, നമ്മുടെ ടയറിൻ്റെ ഇവല്യൂഷനാണ്. പിന്നെ ഇത് ഒരു വണ്ടിയാണ്. അങ്ങനത്തെ കുറേ പഴയ വണ്ടികളുണ്ട്. ഇതൊക്കെ ഈ വണ്ടി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയോ? അപ്പോൾ ഇതിൽ റിക്ഷകളുണ്ട്, കുതിരവണ്ടി, കാളവണ്ടി, അതൊക്കെയാണ് ഗൈസ് ഈ കാണുന്നത്. ഇത് ഒരു പഴയ കാറാണ്. പിന്നെ ഇതും ഒരു വിൻറ്റേജ് കാറ്. ഇത് ഏകദേശമൊക്കെ ഒരു അംബാസഡർ ലുക്ക് ഉണ്ട്. പക്ഷെ പേരെന്താണെന്നും എനിക്കറിയില്ല. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. പിന്നെ വീണ്ടും പഴയ ഒരു കാറ്. ഇതൊക്കെ ഗൈസ് നമ്മുടെ മൈസൂർ രാജാക്കന്മാരുടെ കാലത്തുള്ള പഴയ വിൻറ്റേജ് കാർസാണ്. അവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ മൈസൂർ രാജാക്കന്മാർ. ഈ വണ്ടിയുടെ ബാക്കിലൊക്കെ സൈഡിലായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വായിക്കാനും അറിയാനൊക്കെ പറ്റും. പിന്നെ ഇത് നമ്മുടെ അംബാസഡർ പോലത്തെ ഒരു കാറ്. ഈ പണ്ടത്തെ വിൻറ്റേജ് കാർസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പകുതിയും ഗൈസ് നമ്മുടെ അംബാസഡറിൻ്റെ ഒരു ലുക്കിലാണ് കാണുക. പിന്നെ ഇവിടെ കുറേ കാർസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും പേരെന്താണോ ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ വേറൊരു കാറ്. ഇത് എനിക്ക് തോന്നുന്നൊരു മസിൽ കാറായി നമുക്ക് കൂട്ടാൻ പറ്റും. നല്ല ലുക്കാണ് ഗൈസ്. അത് നല്ല ലുക്കും പെർഫോമൻസൊക്കെ ഉണ്ട് പണ്ടത്തെ വണ്ടികൾക്ക്. ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ലുക്കുണ്ട്. പിന്നെ ഒരു കാറ്, പിന്നെയും വീണ്ടും ഒരു കാറ്. പിന്നെ ഇത് നമ്മുടെ ലോറി ഗൈസ്. ഇതാണ് വാനാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് തോന്നില്ല ഗൈസ് ഒരു വാനാണെന്ന്. പിന്നെ ഇതാണ് വാന്. ഉണ്ടോ, ഡോറൊന്നും ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇത് പട്ടണത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുക, എനിക്ക് അറിയില്ല.
പിന്നെ ഇവിടെ മറ്റേ മുംബൈയിലെ മറ്റേ ടാക്സി ഉണ്ട്. പിന്നെ വീട് കുറേ കാറുകളുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ മിനി ട്രക്സ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ട്രക്കുകളാണ്. ശരിക്കും നമ്മുടെ കാലത്തുള്ളതൊന്നുമല്ല. ഇത് ഒരു കാറ്, ഇത് പിന്നെ ഒരു വാനാണ് ഗൈസ്. ഇതും ഒരു പഴയ കാറ്. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു 3 പേരും കൂടി. അങ്ങനെ ഗൈസ് നമ്മളിതാ പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാത്രയ്ക്കിടയിൽ കണ്ടൊരു കാഴ്ച നമ്മുടെ പണ്ട് കാലത്ത് ബസ്സാണിത്. അപ്പോൾ പിന്നെ ഗൈസ് നമ്മളിതാ ഇനി സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവുകയാണ്. അതിപ്പോൾ നമ്മൾ എവിടെ പോയാലും ഗൈസ് സ്വിമ്മിംഗ് പൂൾ റിസോർട്ടേ നമ്മൾ നോക്കത്തുള്ളൂ. കാരണം നമുക്ക് വിനുക്ക് നിർബന്ധമാണ്. പിന്നെ നമുക്കിവിടെ അവിടെ നമുക്ക് കാണാം പടക്കം പൊട്ടിക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ശരിക്കും നല്ല രസമായിരുന്നു ഗൈസ് ഒരു പടക്കം പൊട്ടുന്നത് കാണാൻ. ഞാൻ ഇത്രയും നല്ലൊരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരുപാട് തിളങ്ങുന്നുണ്ട് ഇത്. പിന്നെ എത്ര ഭംഗിയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാവില്ല ഇത്ര. എൻ്റെ ജീവിതത്തിന് ഞാൻ ഇത്രയും മനോഹരമായിരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ഇപ്പോൾ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഇത് ഏകദേശം ഗൈസ് ഒരു 5-10 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. 5-10 എനിക്ക് തോന്നുന്നൊരു 50 മിനിറ്റോളം ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അങ്ങനെ രാവിലെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ നിന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടാം കാലത്തുനിന്ന് അങ്ങനെ നമ്മൾ സൂയിലെത്തിയിരിക്കുകയാണ് ഗൈസ് മൈസൂരിൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി. ജീവിതത്തിലും നമ്മുടെ ഫാൻസ് ആൻഡായിട്ട് തന്നെ ഉണ്ട് ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ ജഗ്വാർ. ഗൈസ് ഈ മൈസൂർ സൂയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂ ആണ് മൈസൂർ സൂ. ഇവിടെ പോയാൽ മാത്രമാണ് നമുക്ക് ജിറാഫുകളെ നേരെ ഒന്ന് കാണാൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ ജിറാഫുകളെ കണ്ടാൽ പ്രതിമയാണോ അതോ ജീവനുള്ളതാണോ എന്ന് തോന്നിപ്പോവും. നിങ്ങളെന്തായാലും ഒന്ന് കാണേണ്ട കാഴ്ചയാണിത്. ഇവിടെ ഇടയ്ക്ക് ഇവർ കണ്ടോ ഒന്ന് അനങ്ങാണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ തന്നെ കാണാം ഒരു സ്റ്റാച്ചു പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊരു ചെറിയൊരു നീക്കം മാത്രമേ ഉള്ളൂ. ജിറാഫിൻ്റെ പാറ്റേൺ കണ്ടില്ലേ? എന്തൊരു ഭംഗിയാണിത്. പിന്നെ ഇവിടെ ഒരു ജിറാഫ് ഇരിക്കുന്നൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂവും ജിറാഫും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ജിറാഫിനെ നന്നായി കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു ഇങ്ങനെ ജിറാഫിനെ നോക്കി. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വണ്ടി വിളിച്ചതാ. ബാക്കിയുള്ള ആനിമൽസിനെ കാണാൻ പോയി. ജിറാഫ് കഴിഞ്ഞാൽ ഇവിടെ കാണാനുള്ളത് ഗൊറിലയാണ്. ശരിക്കും അതിൻ്റെ നോട്ടത്തൊക്കെ കാണണം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാർ കുരങ്ങന്മാരിൽ നിന്നുമാണ് ഉണ്ടായതെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അവിടെ കാണുന്നതാണ് നമ്മുടെ ചിമ്പാൻസി. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ 4 കാലിൽ നടക്കുന്നൊരു പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ കാണുന്നത് നമ്മുടെ സാധാ കുരങ്ങനാണ്. ഇപ്പോൾ കണ്ടില്ലേ സാധാ കുരങ്ങനും നമ്മുടെ ചിമ്പാൻസി തമ്മിൽ എന്തോരം വ്യത്യാസം ഉണ്ടെന്ന്. പിന്നെ നമ്മൾ വീണ്ടും കണ്ടത് ഒരു ഗൊറിലയാണ്. ശരിക്കും പറഞ്ഞൊരു എങ്ങനെയാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കിങ് കോങ് സിനിമ കണ്ട ഫീലാണ് ഇതിനെ കാണുമ്പോൾ. അതിൻ്റെ ഇരുത്തവും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്ന് കിങ് കോങ്ങിനെ ഓർമ്മ വരും. നിങ്ങൾക്ക് എന്തിനാണ് ഓർമ്മ വരുന്നത്? അപ്പോൾ അതിങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇത് നമ്മുടെ ചീറ്റയാണ്. ചീറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും സ്പീഡ് കൂടിയ ജീവിയാണിത്. പിന്നെ ഇത് നമ്മുടെ റൈനോ ആണ്. ചിലർ ഇതിനെ ഹിപ്പോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഹിപ്പോ അല്ല, ഇതിൻ്റെ സ്കിന്നാണ് ഇതിൻ്റെ കൊമ്പായി മാറിയിരിക്കുന്നത്. പടച്ചട്ട പോലെ ഉണ്ട് ഇത്. പിന്നെ നമ്മൾ ഹൈനയെ കാണാൻ പോയി.
ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ലിയോ സിനിമയിലെ ഹൈന. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ആനകളാണ്. ആനകളെ കാണാൻ എപ്പോഴും ഒരു പ്രത്യേക ചന്തമാണ്. അതിപ്പോൾ പല സൂകളിലും ആനകളുണ്ട്. പിന്നീട് ഈ കാണുന്നത് നമ്മുടെ ഇഗ്വാനയാണ്. ഇതിനെ ചിലർ എന്താ പറയുക പെറ്റായി വളർത്താറുണ്ട്. ഇത് നമ്മുടെ പല്ലിയുടെ ഒരു കുടുംബക്കാരനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇതിനെ കൂട്ടാൻ പറ്റും. പിന്നീട് ഞങ്ങൾ കാണാൻ പോയത് പാമ്പുകളെയാണ്. ഈ കാണുന്നത് നമ്മുടെ മലമ്പാമ്പാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ മറ്റൊരു പാമ്പ് കൂടി ഉണ്ട്. മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അണലിപ്പാമ്പാണ്. ഇത് നല്ല വിഷമുള്ള ഒരു പാമ്പാണ് അണലി. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഗ്രീൻ അനാക്കോണ്ടയാണ്. നിങ്ങൾ അനാക്കോണ്ട സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷെ സത്യം പലരും വിചാരിച്ചിരിക്കുന്ന അനാക്കോണ്ട മനുഷ്യനെ വിഴുങ്ങുമെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും ശരിക്കില്ല. പിന്നെ പക്ഷേ ശരിക്ക് ആരെയും വിഴുങ്ങുന്നില്ല അനാക്കോണ്ട. പിന്നെ നമ്മളിതാ ഒരു വണ്ടിയും പിടിച്ച് വീണ്ടും ഞാൻ തുടങ്ങി. ഈ കാണുന്നത് നമ്മുടെ ദേശാടനക്കിളികളാണിത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പെലിക്കൻസിനെയാണ്. സത്യം നല്ല ഭംഗിയാണ്. പിന്നീട് ഞങ്ങൾ കാണാൻ പോയത് ബ്ലാക്ക് പാന്തറിനെയാണ്. പിന്നീട് ഞങ്ങൾ മുതലയും അലിഗേറ്ററിനെ കണ്ടു. പിന്നെ നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയത്തിൽ പോയി. നമ്മുടെ വിനുവാണിത്. ഇപ്പോൾ നമ്മൾ മീനുകളൊക്കെ കാണുകയാണ്. കണ്ടോ നല്ല ഭംഗിയാണ്. കണ്ടോ നല്ല പർപ്പിൾ ലൈറ്റൊക്കെ കത്തി. നിങ്ങൾ എന്തായാലും മസ്റ്റായി വരേണ്ടതാണ്. ഇതൊരു ടണൽ പോലെയാണ്. ഇതിന് നല്ലത് മറൈൻ വേൾഡിൽ പോയി കാണുന്നതാണ്. ഇവിടെ പൈസ കുറച്ച് കൂടുതലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോണിൽ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വണ്ടി എടുക്കാൻ പോയിക്കായിരുന്നു ഞങ്ങളുടെ മാമൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇന്ന് വീഡിയോ കണ്ടായിരുന്നു. അങ്ങനെ ശേഷം ഞങ്ങൾ പോയത് മൈസൂർ പാലസിലേക്കാണ്. ഇതാണ് നമ്മുടെ മൈസൂർ രാജാവിൻ്റെ കൊട്ടാരം. പക്ഷെ ഞാൻ പോയിരുന്നില്ല. ഇതാണ് ഇതിൻ്റെ അകംഭാഗം. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ഭംഗി ഉണ്ട്. ചാമരാജ രാജാവിൻ്റെ കാലത്തുണ്ടാക്കിയാണ് ഈ മൈസൂർ പാലസ്. പിന്നെ ഞങ്ങൾ കുറേ നടക്കുകയൊക്കെ ചെയ്തു. അംബാവിലാസ് പാലസ് എന്നും ഇതിന് പേരുണ്ട്. പിന്നെ ഞങ്ങളിതാ മറ്റൊരു സൈഡിലോട്ടെത്തി. ഇതിൻ്റെ മുകളിൽ കുറേ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ദർബാർ ഹാളിലെത്തി. ശരിക്കും ഇവിടെ ഒരു കഥയുണ്ട്. നമ്മുടെ അക്ബർ ചക്രവർത്തിയും ബീർബലിൻ്റെയും കഥയാണ്. അതിൽ ചക്രവർത്തി പറഞ്ഞു, എനിക്ക് അധികം കാര്യമൊന്നും അറിയില്ല, അപ്പോൾ പഠിപ്പിക്കാൻ ഒരാൾ വേണമെന്ന്. അപ്പോൾ ബീർബൽ കുറേ ആൾക്കാർ കൊണ്ടുവന്ന് ആ ഹാൾ നിറച്ചു. അതാണ് കഥ. പിന്നീട് ഒരുപാട് അപ്പോൾ അങ്ങനെ അതാണ് കഥ. അപ്പോൾ ഈ കഥയെ പറ്റി നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചാനൽ സബ് ചെയ്യുക. പിന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഹാളൊക്കെ നല്ല ഭംഗിയാണ്. നിങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ മൈസൂരിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായും വരേണ്ട സ്ഥലമാണിത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നീട് ഞങ്ങൾ സൺഫ്ലവർ ഗാർഡൻ കാണാൻ പോയി. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണിത്. ഈ കാണുന്ന 2 പേര് ഞങ്ങളുടെ കാക്കമാരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഗുഡ് ബൈ.